ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് അപകടത്തിൽ ശിശുവകുപ്പിന് പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി മന്ത്രി ബിന്ദു കൃഷ്ണ. കൃത്യമായ പരിശോധനയും നടപടികളും സ്വീകരിക്കാൻ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്നും റൈഡുകളിൽ ആവശ്യമായ അകലം പാലിച്ചോ എന്നും പരിശോധിക്കും. പാർക്കിന്റെയും റൈഡുകളുടെയും സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റും പരിശോധിക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. ഗോകുൽനാഥ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ, പ്രഥമ ദൃഷ്ട്യാ തന്നെ അനാസ്ഥ മൂലമാണ്, കൃത്യമായ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നുള്ളത് വ്യക്തമായതാണ്. അവിടെ ഈ ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന അമ്യൂസ്മെന്റ് പാർക്കിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഇടപെട്ടിരിക്കുന്നു. ഏതു തരത്തിലുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? ഗുരുതര ചട്ടലംഘനമാണ് ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും 3-4 മണിക്കൂർ ഇടവേള ഉണ്ടായി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അമ്യൂസ്മെന്റ് പാർക്കുകൾക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അവിടെ ആംബുലൻസ് സംവിധാനം ഉണ്ടായിരിക്കണം, ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ അതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് നിന്ന് കുറെ അകലെ മാറിക്കൊണ്ട് അവിടെ നിന്ന് ആംബുലൻസ് സംവിധാനം ഇവിടേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് മുൻപോട്ട് പോവുകയും അങ്ങനെ 3-4 മണിക്കൂർ ഇത് വൈകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ഒക്കെ ചെയ്തത്. മാത്രമല്ല പ്രദേശവാസികളടക്കം പല ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ പ്രദേശത്ത് തന്നെ MLA അടക്കം ചില ആരോപണങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു. കാരണം ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടണമെന്നുള്ള പ്രദേശവാസികളുടെ ആരോപണവും ആവശ്യവും ഒക്കെ ഉണ്ട്. എന്തായാലും ഇതിനു മുൻപും പലപ്പോഴായി ഇത്തരത്തിൽ അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരിടം കൂടിയാണ് ഈ സ്ഥാപനം എന്നുള്ളതാണ്. മുൻപ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുകയും 10 വയസ്സുകാരൻ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ശിശുക്ഷേമ വകുപ്പ് കൃത്യമായ നടപടികളിലേക്ക് മുൻപോട്ട് പോകുന്നത്. എന്തായാലും നാളെ തന്നെ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ നേരിട്ടെത്തി തന്നെ ഈ പ്രദേശം കാണുകയും തുടർന്ന് ഏതൊക്കെ ഈ റൈഡുകളാണ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്, അതിനൊക്കെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ താൽക്കാലികമായി ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പൂർണ്ണമായും ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്ന കാര്യങ്ങളിലേക്ക് തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യം കൂടി ശിക്ഷേമ വകുപ്പ് നിലവിൽ അറിയിക്കുന്നുണ്ട്. കാരണം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചു പോന്നിരുന്നത്. അങ്ങനെ ഈ വെക്കേഷൻ കാലഘട്ടമാണ്. തമിഴ്നാട്ടിൽ നിന്നടക്കം നിരവധി ആളുകളാണ് ഈ പ്രദേശത്തേക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായും അതേപോലെ തന്നെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി എത്തുകയും തുടർന്ന് തിരികെ മടങ്ങിപ്പോകുന്ന വഴി ഈ വെമ്പായത്തെ ഈ സ്ഥാപനത്തിലെത്തുകയും അങ്ങനെ നിരവധി ആളുകളാണ് ഇന്നും അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം 1000-ഓളം പേർ വരുന്ന ഒരു സ്ഥാപനം എന്നുള്ള കണക്കുകൂട്ടലിൽ അവിടെ ഉണ്ടാകേണ്ട ചില സുരക്ഷാ വീഴ്ചകൾ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ശിക്ഷാ വകുപ്പിന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലൊരു പരിശോധന നാളെ തന്നെ നടത്തുന്ന പരിശോധന അടിസ്ഥാനത്തിൽ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുകയും അങ്ങനെ നിലവിൽ ഗുരുതര ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥാപനം അടച്ചുപൂട്ടുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് അറിയിക്കുന്നുണ്ട്. കുട്ടികൾ സ്വാഭാവികമായിട്ടും വരുമ്പോൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ സ്ഥാപനം ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല എന്ന് നിലവിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ശിക്ഷാ വകുപ്പിന് ബോധ്യപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാളെ ശിക്ഷാ വകുപ്പ് ഡയറക്ടർ തന്നെ നേരിട്ടെത്തി അന്വേഷണം നടത്തുകയും അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, ഗോകുൽനാഥാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്തടക്കം നമ്മൾ കാണുന്നതാണ്, തമിഴ്നാട്ടിൽ നിന്നടക്കം ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നതാണ്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമ്യൂസ്മെന്റ് പാർക്കാണ്. അവിടെ ഇത്രയും കാലവും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ആ പാർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലാണ് അവിടെ സ്വിമ്മിംഗ് പൂളിൽ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചത്. ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള പരാതികളൊക്കെ ഈ ഹാപ്പി ലാൻഡിനെ ചൊല്ലി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയൊരു അപകടമാണ് സംഭവിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രം, ഈ അപകടത്തിൽപ്പെട്ടവരുടെ ഭാഗ്യം കൊണ്ട് മാത്രം അവർക്ക് ജീവഹാനി സംഭവിച്ചില്ല എന്നത് മാത്രമാണ്. എന്തായാലും ഇനിയിപ്പോൾ ശക്തമായ നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം.